ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സിനഡിന്റെ തീരുമാനം. കൊരിന്ത്യസിൽ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 8-ാമത്തെ അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ആ കൃപ നിങ്ങൾക്കറിയാമല്ലോ. ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു. ഒരു വത്സരം മുമ്പേ നിങ്ങൾ അഭിലഷിക്കാൻ മാത്രമല്ല പ്രവർത്തിക്കാനും തുടങ്ങിയ ഇക്കാര്യം പൂർത്തിയാക്കുന്നത് നിങ്ങൾക്ക് ഉത്തമമായിരിക്കും. അഭിലഷിക്കാൻ മനസ്സൊരുക്കമുണ്ടായതുപോലെ നിങ്ങളുടെ പ്രാപ്തിക്കൊത്തവണ്ണം അത് പൂർത്തിയാക്കേണ്ടതിന് ഇപ്പോൾ പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുവിൻ. ഒരുവന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തിയില്ലാത്തതുപോലെയല്ല, പ്രാപ്തിയുള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ഞെരുക്കവും വരണമെന്നല്ല, സമത്വം വേണം എന്നത്രേ ഞാൻ അർത്ഥമാക്കുന്നത്. അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടേണ്ടതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തുക. അങ്ങനെ സമത്വം ഉണ്ടാകട്ടെ. ഏറെ ശേഖരിച്ചവന് ഒന്നും മിച്ചമുണ്ടായില്ല, കുറച്ച് ശേഖരിച്ചവന് ഒന്നിനും കുറവുണ്ടായതുമില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ തന്നെ. നോമ്പുകാലത്തെ പ്രധാനപ്പെട്ട ഭക്തകൃത്യങ്ങളിലൊന്നാണ് ധർമ്മം കൊടുക്കുക. നമ്മൾ ഉപവസിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് പൈസ കുറച്ച് മിച്ചം വയ്ക്കാൻ പറ്റുന്നു. അത് നമ്മൾ ദരിദ്രർക്കും അങ്ങനെ ആവശ്യത്തിലിരിക്കുന്നതും കൊടുക്കുന്നു. അതിൻ്റെ ദൈവശാസ്ത്രം, ഈ ധർമ്മദാനത്തിൻ്റെ ദൈവശാസ്ത്രം, ഇതാണ് പൗലോസ് ലേഖ പറയുന്നത്. സിനഡിന്റെ തീരുമാനമെന്ന് ഞാൻ പറഞ്ഞു. യെറൂസലം സിനഡിന്റെ തീരുമാനം. ഗലാത്യ ലേഖനം 2-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങളിൽ ആ തീരുമാനം പൗലോസ് തന്നെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലമൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. 10-ാമത്തെ വാക്യത്തിൽ പറയാണ്, ദരിദ്രരെ ഓർക്കണമെന്നാണ് അവർ എന്നോട് പറഞ്ഞത്. അതായത് ഭൂമിയെ 3ആയിട്ട് വിഭജിച്ചു. ഏഷ്യ പത്രോസിന് കൊടുത്തു സുവിശേഷം പ്രഘോഷിക്കാൻ. ജെറൂസലേം, ഏഷ്യ എന്ന് പറഞ്ഞാൽ ഏഷ്യയും ആഫ്രിക്കയും. അന്ന് 3 ഭൂഖണ്ഡങ്ങളെ അറിയുള്ളൂ: ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്. നടുക്ക് ജെറൂസലേം യാക്കോബിന് കൊടുത്തു. യേശുവിൻ്റെ സഹോദരൻ എന്നറിയപ്പെട്ട യാക്കോബിന്. ആഫ്രിക്കയും ഏഷ്യയും പത്രോസിന്, യൂറോപ്പ് പൗലോസിന്. ഇങ്ങനെ ഭൂമി മുഴുവൻ വിഭജിച്ചായിട്ട് സുവിശേഷ പ്രഘോഷണം വീതിക്കുകയാണ്. ഇതാണ് ഗലാത്യ ലേഖനം 2:9 കിടക്കണേ. ഇങ്ങനെ വിഭജിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വേദനയാണ്. എന്ത് പറഞ്ഞാലും വിഭജനം വേദനയാണ്. ആ വേദന കുറയ്ക്കാനുള്ള മാർഗം എന്താണ്? ദരിദ്രരെ ഓർക്കുക. അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എല്ലാ സഭകളും ഒത്തൊരുമിക്കുമ്പോൾ ഈ വിഭജനത്തിന് വേദന പോവുകയും ഐക്യമുണ്ടാവുകയും ചെയ്യും. ഇതാണ് യെറൂസലം സിനഡ് തീരുമാനിച്ചത്. ദരിദ്രരെ ഓർക്കുക. അന്ന് യെറൂസലമിൽ ക്ഷാമമുണ്ടായി. ഈ യെറൂസലം സഭയിൽ വല്ലാത്ത ക്ഷാമമായിരുന്നു. കോരിന്തോസ് സഭയാണെങ്കിൽ വളരെ സമ്പന്നമായിരുന്നു. അപ്പോൾ കോരിന്തോസുകാരോട് ഞായറാഴ്ചകളിൽ അവർ കുർബാന അർപ്പിക്കാൻ, അപ്പം മുറുക്കൽ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ പണം പിരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. 1 കൊരിന്തോസ് 16:1-2 കാണും. പക്ഷെ അങ്ങനെ പണം പിരിക്കാനായിട്ട് ആവശ്യപ്പെട്ടത് വലിയ പ്രശ്നമുണ്ടാക്കി. പൗലോസ് തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിന് പൈസ വാങ്ങിച്ചിരുന്നില്ല. ഇപ്പം ഇത് പണം പിരിക്കുന്നു. അങ്ങനെ പൗലോസിനെതിരെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പൗലോസിനെതിരെ ഒരുപാട് ആരോപണമൊക്കെ ഉണ്ടായി. അങ്ങനെ ഇത് ഇടയ്ക്ക് നിർത്തിവെക്കേണ്ടി വന്നു. പണപ്പിരിവ് നിർത്തിവെക്കേണ്ടി വന്നു. പക്ഷേ പ്രശ്നങ്ങളെല്ലാം പിന്നെ പരിഹരിക്കപ്പെട്ടു. ആദ്യം തിമോഥെയോസിന്റെ കയ്യിൽ ലേഖനം അയച്ചു, പിന്നെ തീത്തോസിന്റെ കയ്യിൽ ലേഖനം അയച്ചു, പൗലോസ് നേരിട്ട് പോയി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവസാനം ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചപ്പോൾ പൗലോസ് പറയാണ്, വീണ്ടും നിങ്ങൾ ഇക്കാലത്ത് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു, ഒരു വത്സരം മുമ്പേ നിങ്ങൾ അഭിലഷിക്കാൻ മാത്രമല്ല പ്രവർത്തിക്കാനും തുടങ്ങിയ ഇക്കാര്യം പൂർത്തിയാക്കുന്നത് നിങ്ങൾക്ക് ഉത്തമമായിരിക്കും. 1 വർഷം മുമ്പ് നിന്ന് പോയി ഈ പണപ്പിരിവ്. യെറൂസലമിലെ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള പണപ്പിരിവ് അത് വീണ്ടും ആരംഭിക്കണമെന്നാണ് ഇപ്പോൾ പൗലോസ് എഴുതുന്നത്. അങ്ങനെ കൊരിന്തോസ് സഭയ്ക്ക് 2ാമത് എഴുതുകയാണ്, ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയ ഈ പണപ്പിരിവ് തുടങ്ങുക. ദരിദ്രരെ സഹായിക്കാനുള്ള പണപ്പിരിവ്, ധർമ്മദാനം കൊടുക്കാനുള്ള പണപ്പിരിവ്. അതിന് അദ്ദേഹം പറഞ്ഞ ചില ന്യായങ്ങൾ വളരെ ഗംഭീരമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്നു. ആ കൃപ നിങ്ങൾക്കറിയാലോ. ദൈവം സമ്പന്നനാണ്, അവൻ ദരിദ്രനായി. എന്തിനാ? നമ്മൾ സമ്പന്നരാകാൻ. സമ്പന്നനായ ദൈവം ദരിദ്രരായ നമ്മെ സമ്പന്നനാക്കി. ഈ ഒരു രീതി, സമ്പന്നര് ദരിദ്രരെ സഹായിക്കുക, അപ്പോൾ ദരിദ്രര് സമ്പന്നരാകും. സമ്പന്നര് ദരിദ്രരെ സഹായിക്കുക, അപ്പോൾ ദരിദ്രര് സമ്പന്നരാകും. സമ്പന്നരും ദൈവകൃപ കൊണ്ട് സമ്പന്നരാകും. ഈ ദൈവശാസ്ത്രമാണ്. ഉദാരതയുടെ കാര്യത്തിൽ ഏറ്റവും നല്ല മാതൃകയാണ് യേശുക്രിസ്തു. ദൈവം തന്നെയായ പുത്രൻ എന്ന നിലയിലും ദൈവപിതാവിന് തുല്യൻ എന്ന നിലയിലും ദൈവത്വത്തിന് സർവ്വസമ്പൂർണതയും ഉള്ളവൻ എന്ന നിലയിലും യേശു സമ്പന്നനായിരുന്നു. കൊളോസ്യ ലേഖനം 1:19, 2:9, യോഹന്നാൻ 10:30, യോഹന്നാൻ 1:18 ഈ വചനങ്ങളുണ്ട്. അനന്തമായി പൂർണ്ണതയുള്ളവനും
തൻ്റെ ദൈവത്വത്തിൽ തീർത്തും സ്വയം പര്യാപ്തനുമായിരുന്നെങ്കിലും അവൻ മനുഷ്യനായി, ദരിദ്രനായി, ദാസന്റെ രൂപം സ്വീകരിച്ചു. ഫിലിപ്പിയ ലേഖനം 2:7. ബലഹീനതയുടെയും മരണത്തിൻ്റെയും ലോകത്തിൻ്റെ ഭാഗമായി അവൻ നമ്മെ പാപത്തിൽ മുക്തമാക്കാനും ദൈവിക ജീവൻ കൊണ്ട് നമ്മെ സമ്പന്നരാക്കാനും വേണ്ടിയാണ് അവൻ ഇതുപോലെ ദരിദ്രനായി മനുഷ്യനായി വന്നത്. യോഹന്നാൻ 10:10. ആ ദൈവിക ജീവനാകട്ടെ സർവ്വഭൗതിക സമ്പത്തിനേക്കാളും മികച്ചതല്ലേ? പൗലോസ് ഉദ്ദേശിക്കുന്ന വൈരുദ്ധ്യം ഇതാണ്. ക്രിസ്തുവിന്റെ സമ്പത്ത് അവന് ദൈവത്വമാണ്, അവന്റെ ദാരിദ്ര്യം അവന്റെ മനുഷ്യത്വമാണ്. എല്ലാം കൊണ്ടും സമ്പന്നനായിരുന്ന ദൈവമായ പുത്രൻ യാതൊന്നുമില്ലാത്ത ദാസന്റെ രൂപത്തിലുള്ള മനുഷ്യനായി ഭൂമിയിൽ വന്നു. അങ്ങനെ മനുഷ്യാവതരണം ചെയ്തപ്പോൾ അവൻ തന്റെ ദൈവിക തേജസ് ഉപേക്ഷിക്കുകയല്ല ചെയ്തത്, മനുഷ്യത്വം എന്ന വിരിക്കുള്ളിൽ ഒളിപ്പിക്കുകയാണ് ചെയ്തത്. കൊളോസി ലേഖനം 1:19, 2:9, കത്തോലിക്ക സഭയുടെ മതബോധനം 517, 25-46. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം ഞാൻ തുറന്ന് പറയുന്നു. ഒരു വത്സരം മുമ്പേ നിങ്ങൾ അഭിലഷിക്കാൻ മാത്രമല്ല പ്രവർത്തിക്കാൻ തുടങ്ങിയ ഇക്കാര്യം പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് ഉത്തമമായിരിക്കും. അഭിലഷിക്കാൻ മനസ്സൊരുക്കമുണ്ടായതുപോലെ നിങ്ങളെ പ്രാപ്തിക്കൊത്തവണ്ണം അത് പൂർത്തിയാക്കേണ്ടതിന് ഇപ്പോൾ പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുവേൻ. ഒരുവന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തിയില്ലാത്തതുപോലെ അല്ല, പ്രാപ്തിയുള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. ദശാംശം വേണമെന്ന് പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിൽ ഈശോ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും റദ്ദാക്കിയിട്ടില്ല. പക്ഷെ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ഇക്കാര്യമാണ്, പ്രാപ്തി പോലെ കൊടുക്കുക. പ്രാപ്തി പോലെ, പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ. ഓരോരുത്തർക്കും പ്രാപ്തി ഉള്ളതുപോലെ സംഭാവന ചെയ്യുക. താൻ പറഞ്ഞതിൻ്റെ പേരിൽ കൊറിന്ത്യര് തങ്ങളുടെ പ്രാപ്തിയിൽ കവിഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ പ്രാപ്തി ഉണ്ടെങ്കിൽ അതിൽ താഴെയും പോകരുത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ഞെരുക്കും വരണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, സമത്വം വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളെ എല്ലാം കൊടുത്തിട്ട് നിങ്ങൾ ദരിദ്രരായി മാറി അവരെല്ലാം സമ്പന്നരായി അങ്ങനെയൊന്നല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് കൊരിന്ത്യർ ഞെരുക്കത്തിലാവണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിടവ് നികത്തി സമത്വമുണ്ടാകാൻ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുകയാണ് നല്ലത്. അത് വേണമെങ്കിൽ കൊണ്ടുപോയി തിന്നടാതെ മട്ടിലല്ല, സന്മനസ്സോടെ സന്തോഷത്തോടെ കൊടുക്കുക. 14-ാമത്തെ വാക്യം, അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടേണ്ടതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തുക. അങ്ങനെ സമത്വം ഉണ്ടാകും. എന്താണ് പൗലോസ് ഉദ്ദേശിച്ച സമത്വം എന്നറിയോ? ഇപ്പം നമുക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർ വിശുദ്ധിക്ക് പോലുമില്ല. യെറൂസലേമിലെ യഹൂദ ക്രിസ്ത്യാനികളായിരുന്നു അവിടുത്തെ സഭയിലെ അംഗങ്ങൾ. യെറൂസലേമിൽ യഹൂദന്മാർ, അവരുടെ സമ്പന്നത എന്തായിരുന്നു? ആധ്യാത്മികതയായിരുന്നു, വിശ്വാസമായിരുന്നു. അതിൽ നിന്നാണ് വിജാതിരിൽ നിന്ന് ക്രിസ്ത്യാനികളായ കോരിന്തോസുകാർ അനുഭവിച്ചത്. ആത്മീയ അനുഗ്രഹങ്ങളിൽ നിങ്ങൾ ആത്മീയ അനുഗ്രഹങ്ങൾ തന്നു. വിശേഷിച്ച് ഏകസത്യ ദൈവത്തിലുള്ള വിശ്വാസം, അത് വലിയ അനുഗ്രഹമാണ്. അതായത് ആധ്യാത്മിക അനുഗ്രഹം യെറൂസലേമിലെ യഹൂദ ക്രൈസ്തവരായ ആളുകൾ നിങ്ങൾക്ക് തന്നു. എന്താണ്? വിശ്വാസം, ഏകസത്യ ദൈവത്തിൽ വിശ്വാസം. നിങ്ങൾ വിഗ്രഹാരാധകരായിരുന്നു, അത് മാറി ഏകസത്യ ദൈവത്തിലേക്ക് വന്നു. അത് അവർ തന്ന ഒരു അനുഗ്രഹമാണ്, ആധ്യാത്മിക അനുഗ്രഹം. അതിന് പകരമായിട്ട് നിങ്ങൾ എന്ത് കൊടുക്കണം? ഭൗതികമായി സഹായിക്കുക. ഇസ്രായേലിന്റെ ആത്മീയ അനുഗ്രഹങ്ങൾ ക്രിസ്തുവിലൂടെ വിജാതിരിലേക്ക് വന്നല്ലോ. പ്രത്യുപകാരമായി വിജാതിയര് യഹൂദർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക, ഭൗതിക സഹായം കൊടുക്കുക. റോമലേഖനം 15:27 ഇത് പറയുന്നുണ്ട്. യെറൂസലേം ക്രിസ്ത്യാനികൾക്ക് ഭൗതിക ദാരിദ്ര്യമുണ്ട്. ആ ദുരിതത്തിന് അറുതി വരുത്തണമെങ്കിൽ, അതിന് അയവ് വരുത്തണമെങ്കിൽ കോരിന്തോസിലെ വിജാതീയ ക്രിസ്ത്യാനികളായ വിശ്വാസികൾ അവരുടെ സമ്പത്ത് അവർക്ക് കൊടുക്കണം. ആത്മീയ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചവരെ ഭൗതിക അനുഗ്രഹങ്ങൾ തിരിച്ചു കൊടുക്കണം. ആത്മീയ അനുഗ്രഹങ്ങൾ അത് വലുതാണ്. ഇപ്പൊ പറയും, നമ്മൾ ചിലപ്പോൾ പറയും അച്ഛന്മാർ സുഖിച്ചുകൊണ്ട് കഴിയുന്നു, മെത്രന്മാർ സുഖിച്ചുകൊണ്ട് കഴിയുന്നു, അവർ നൽകുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ അതൊക്കെ ഇപ്പൊ ഇത്ര വലിയ വില കൽപ്പിക്കേണ്ടതുണ്ടോ എന്ന മട്ടിലാകുന്നു. അതിന്റെ കുറ്റം ഞങ്ങളുടെ കൂടിയാണ്. ഞങ്ങളുടെ ആത്മീയ വില മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. എങ്കിലും ചില വൈദികരുടെയും ചില മെത്രാന്മാരുടെയും ഈ ദുർമാതൃകം മൂലം സകലരും അവമാനിക്കപ്പെടാൻ ഇടയാകാതിരിക്കട്ടെ. അവസാനം, ഏറെ ശേഖരിച്ചവന് ഒന്നും മിച്ചമുണ്ടായില്ല, കുറച്ച് ശേഖരിച്ചവന് ഒന്നിനും കുറവുണ്ടായതുമില്ല. ഇത് പുറപ്പാട് പുസ്തകം 16-18 വചനമാണ്. കർത്താവ് ഓരോ ദിവസവും കൊടുത്ത മന്ന ഭക്ഷിച്ചാണ് ഇസ്രായേലര് മരുഭൂമിയിൽ ജീവിച്ചത്. അനുദിനം ആവശ്യമുള്ളത് ശേഖരിക്കാൻ പാടുള്ളൂ. അതൊരു വ്യവസ്ഥയായിരുന്നു. ഓരോ ദിവസത്തേക്കും വേണ്ടത് മതി, അന്നെ വേണ്ട ആഹാരം അത് മതി. ആർക്കും ആവശ്യത്തിൽ കൂടുതൽ ആവശ്യത്തിൽ കുറവ് ശേഖരിക്കാൻ പാടില്ല. കൂടുതലും പാടില്ല, കുറവും പാടില്ല. എല്ലാവർക്കും ആവശ്യമായ ആഹാരം ലഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വ്യവസ്ഥ വെച്ചത്. കർത്താവ് സമത്വം സൃഷ്ടിക്കുകയായിരുന്നു. ഇനി ആരെങ്കിലും അമിതമായി ശേഖരിച്ച് വെക്കുന്നത്
കർത്താവിനോട് വിശ്വാസക്കുറവായിട്ട് വരും. തൻ്റെ വിഭവങ്ങൾ കർത്താവ് വിതരണം ചെയ്യുന്നത് പോലെ വിശ്വാസ കുടുംബത്തിലെ അംഗങ്ങൾ തങ്ങളുടെ സമ്പാദ്യങ്ങൾ മറ്റുള്ളവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ പങ്കുവെക്കണമെന്ന് പൗലോസ് അപേക്ഷിക്കുന്നു. സമ്പത്തും വസ്തുവകളും സമൃദ്ധിയും നൽകപ്പെട്ടിരിക്കുന്നത് ഇല്ലാത്തവരുമായി പങ്കുവെക്കാനാണ്. അപ്പോൾ ഇല്ലാത്തവരുടെ ആത്മീയ അനുഗ്രഹങ്ങൾ, ആത്മീയ വാഴ്വുകൾ സമ്പന്നർക്കും കൂടി ലഭിക്കും. അങ്ങനെ ഇരു കൂട്ടർക്കും സമത്വം വരും. ഈ സമത്വം എന്ന് പറയുന്നത് വെറും സാമ്പത്തിക സമത്വം മാത്രമല്ല, ആധ്യാത്മിക അനുഗ്രഹങ്ങളുടെയും സമത്വമാണ്, വിശ്വാസത്തിൻ്റെ സമത്വമാണ്. എന്ന് വെച്ചാൽ വിശ്വാസത്തിൽ വളരുക എന്നുള്ള സമത്വമാണ്. അങ്ങനെ ഒരുപാട് ചക്രവാളങ്ങളുണ്ട്. ധർമ്മദാനത്തിൻ്റെ ദൈവശാസ്ത്രപരമാണ്. കർത്താവിൽ തുടങ്ങി പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്ന് അവസാനിക്കുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുക. ഈ നോമ്പ് കാലത്ത് നമ്മൾ ഉപവസിക്കുന്നതിൻ്റെ അതിൻ്റെ മിച്ചം വയ്ക്കുന്ന പൈസ മുഴുവൻ ദരിദ്രർക്കും ആവശ്യത്തിലേക്ക് ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ വിതരണം ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടാകണം. അങ്ങനെ നമ്മൾ സമ്പത്ത് കൊണ്ട് സഹായിക്കുമ്പോൾ അവരുടെ ആധ്യാത്മിക അനുഗ്രഹങ്ങൾ നമുക്ക് നൽകപ്പെടും. അങ്ങനെ നമ്മുടെ കുറവുകൾ നികത്തപ്പെടും, സമത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.